സിമിലർ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിൽ മൂന്നാമത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിച്ച റിസൾട്ട് നമ്മളൊന്നുകൂടി നോക്കുന്നു. ഒരേ കോണുകളുള്ള ത്രികോണങ്ങളുടെ വശങ്ങൾ ചെറുത് മുതൽ വലുത് വരെ വലുപ്പക്രമത്തിൽ ഒരേ അംശബന്ധത്തിലാണ്. അതായത് ഇഫ് ദ ട്രയാങ്കിൾസ് ഹാവിങ് സെയിം ആംഗിൾസ് ദെൻ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ ദ സെയിം റേഷ്യോ. അതിനെ നമ്മൾ വേറൊരു രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. In triangles with the same angles, sides opposite to equal angles are scaled by the same factor. നമുക്ക് കിട്ടുന്ന ആ ഒരു കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞത്. അതുപയോഗിച്ച് നമുക്ക് പേജ് നമ്പർ 100-ലെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു രീതിയിലാണ്. നമുക്കൊരു മട്ടത്രികോണത്തിൻ്റെ മട്ടമൂലയിൽ നിന്ന് കർണത്തിലേക്ക് വരയ്ക്കുന്ന ലംബം കർണത്തിനെ 2 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും നീളമുള്ള ഭാഗങ്ങളാക്കുന്നു. തെളിയിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ലംബം മുറിച്ചുണ്ടാക്കുന്ന 2 ചെറിയ മട്ടത്രികോണങ്ങൾക്കും ഒരേ കോണുകളാണെന്ന് തെളിയിക്കുക. ലംബത്തിൻ്റെ ഉയരം h എന്നെടുത്താൽ h/2 = 3/h എന്ന് തെളിയിക്കുക. അതുപോലെ വലിയ മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങൾ കാണുക. മട്ടത്രികോണത്തിൻ്റെ മട്ടമൂലയിൽ നിന്ന് കർണത്തിലേക്ക് വരയ്ക്കുന്ന ലംബത്തിൻ്റെ നീളം h എന്നും അത് കർണത്തെ മുറിക്കുന്ന ഭാഗങ്ങളുടെ നീളം AB എന്നും എടുത്താൽ h² = AB എന്നും തെളിയിക്കുക. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് പേജ് നമ്പർ 100-ലെ ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ട്രയാങ്കിളിന് നമുക്കൊരു പേര് കൊടുക്കാം. ABC എന്ന ട്രയാങ്കിളിന് പേര് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്ന ലംബം AD, ലംബം BC എന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. കോൺ A 90 ഡിഗ്രിയാണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ത്രികോണം വന്നാൽ അതിൻ്റെ ആംഗിൾസ് തുല്യമാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഈ ABC എന്ന ത്രികോണത്തിൽ AD എന്നൊരു പെർപെൻഡിക്കുലർ AD ലംബം വരച്ചാൽ നമുക്ക് കിട്ടുന്നത് 2 മട്ടത്രികോണങ്ങളാണ്. ട്രയാങ്കിൾ ADB ആൻഡ് ട്രയാങ്കിൾ ADC, 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് കിട്ടി. ഇപ്പോൾ ഇതിൻ്റെ ആംഗിൾസ് നമുക്ക് കണ്ടെത്താം. ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് പാർട്ട്. പ്രൂവ് ദാറ്റ് ദ 2 സ്മോൾ ട്രയാങ്കിൾസ് കട്ട് ബൈ ദ പെർപെൻഡിക്കുലർ ഹാവ് ദ സെയിം ആംഗിൾസ്. ഒരേ ആംഗിളാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കതിന് വേണ്ടി ആംഗിൾ B = x എന്ന് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ആംഗിൾ B x ആണ് എങ്കിൽ നമുക്കറിയാം പെർപെൻഡിക്കുലർ ലംബം വരച്ചാൽ അത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ട്രയാങ്കിൾ ADB എന്ന ട്രയാങ്കിളിൽ 3 ആംഗിൾസ് ഉണ്ട്. ടോട്ടൽ 180 ഡിഗ്രിയാണ് 3 കോണുകളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മൂന്നാമത്തെ കോൺ എയിലെ കോണിൻ്റെ ഒരു ഭാഗം അതാണ് നമ്മുടെ മട്ടത്രികോണത്തിലുള്ളത്. ഈ കോണിൻ്റെ അളവ് 90 - x ഇത് ആണെന്ന് നമ്മൾ കഴിഞ്ഞ 2ാം ഭാഗത്തിലെ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ ഇത് 3ഉം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 180 ഡിഗ്രി കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ചെയ്തു. അപ്പോൾ എയിലെ രണ്ടാമത്തെ കോൺ, എയിലെ ആകെ കോൺ 90 ഡിഗ്രിയാണ്. ഒരു ഭാഗം 90 - x ആയപ്പോൾ രണ്ടാമത്തെ ഭാഗം നമുക്ക് x ഡിഗ്രിയാണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടെത്തിയിരുന്നു. ഞാനത് നേരിട്ട് എഴുതുകയാണ്. ഇനി അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഡിയിൽ നമുക്ക് 90 ഡിഗ്രി ഉണ്ട്. അപ്പോൾ x ഡിഗ്രിയും 90 ഡിഗ്രിയും ആയപ്പോൾ കോൺ C നമുക്ക് വീണ്ടും 90 - x ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഈ 2 ട്രയാങ്കിളിലെയും കോണുകളെല്ലാം തുല്യമാണ്. ജോഡിയായിട്ട് നമ്മൾ നോക്കിയാൽ പെയർ വൈസ് ദേ ആർ ഈക്വൽ. x ഡിഗ്രിയുള്ള കോൺ 2 ത്രികോണത്തിലുമുണ്ട്, 90 - x 2 ത്രികോണത്തിലുണ്ട്, 90 ഡിഗ്രിയും 2 ത്രികോണത്തിലുമുണ്ട്. അപ്പോൾ ആദ്യത്തെ ഭാഗം നമ്മൾ പ്രൂവ് ചെയ്തു. അതായത് 2 ചെറിയ ത്രികോണങ്ങൾക്കും ഒരേ കോണുകളാണ്. രണ്ടാമത്തെ ഭാഗം നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ h, അതായത് നമ്മളെടുക്കുന്ന ഈ ഒരു ഹൈറ്റ് നമുക്ക് h എന്ന് നമ്മൾ മാർക്ക് ചെയ്താൽ h/2 = 3/h എന്ന് നമുക്ക് തെളിയിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഈ 2 ത്രികോണങ്ങളിലും കോണുകളെല്ലാം തുല്യമാണ്. കോണുകൾ തുല്യമാണ് എങ്കിൽ നമ്മൾ പഠിച്ച റിസൾട്ടാണ് തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ ദ സെയിം റേഷ്യോ. സോ നമുക്ക് ആ ഒരു ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം.
അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആൻസർ എഴുതുന്നു. സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസർ ഞാൻ എഴുതുന്നുള്ളൂ. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഫിഗറിൽ മാർക്ക് ചെയ്തു. സെക്കൻഡ് പാർട്ട് ആംഗിൾസ്. സോ ആംഗിൾസ് നമുക്കറിയാം എക്സ് ഡിഗ്രി ഉണ്ട്, 90 മൈനസ് എക്സ് ഡിഗ്രി ഉണ്ട്, അതുപോലെ തന്നെ 90 ഡിഗ്രി ആംഗിൾസ് ആണ് നമുക്കുള്ളത്. അപ്പം നമുക്കിനി എഴുതേണ്ടത് ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് വരേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ്സ്. അപ്പം നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിൾ എ ഡി സി എടുക്കാം. നമ്മുടെ ടെക്സ്റ്റിലെ ആൻസർ പോലെ കിട്ടാനാണ്. അപ്പോൾ എ ഡി സി ട്രയാങ്കിൾ, എ ഡി സി എന്ന ട്രയാങ്കിൾ നമ്മളെടുത്തു. എക്സ് ഡിഗ്രി എ ഡി സി എന്ന ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് വലതുവശത്ത് വന്നിരിക്കുന്ന ട്രയാങ്കിളാണ് എ ഡി സി. എക്സ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഡി സി എന്ന സൈഡാണ്. എക്സിൻ്റെ ഓപ്പോസിറ്റ് ഡി സി. അതുപോലെ തന്നെ 90 മൈനസ് എക്സിൻ്റെയും 90യുടെയും ഓപ്പോസിറ്റ് നമുക്ക് നോക്കാം. 90 മൈനസ് എക്സ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റാണ് നമ്മുടെ ചെറിയ ട്രയാങ്കിളിൻ്റെ എ ഡി. അതുപോലെ തന്നെ 90യുടേത് എ സി. അപ്പോൾ നമുക്ക് എതിർവശങ്ങൾ എഴുതാം. ദിസ് ഈസ് എ ഡി ആൻഡ് ലാസ്റ്റ് എ സി. ഇതേ രീതിയിൽ സെക്കൻഡ് ട്രയാങ്കിൾ എ ബി ഡി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഡിഗ്രിയുടെ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് നോക്കാം. എക്സ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വീണ്ടും നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഹൈറ്റാണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ബി ഡി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എ ബി. 90 മൈനസ് എക്സിൻ്റെ ഓപ്പോസിറ്റാണ് ബി ഡി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എ ഡി അതുപോലെ തന്നെ ബി ഡി എ ബി ആ ഒരു രീതിയിൽ എഴുതാം. എ ഡി ഡി ബി എ ബി. ഇനി നമുക്ക് വേണ്ടത് സൈഡ്സിൻ്റെ റേഷ്യോ ആണ്. റേഷ്യോ ഓഫ് സൈഡ്സ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ, റേഷ്യോ എന്ന് പറഞ്ഞാൽ അംശബന്ധം. റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ അംശബന്ധം എഴുതുകയാണ്. അംശബന്ധം നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഈ രീതിയിൽ തന്നെ എഴുതാം. ഡി സി ബൈ എ ഡി, എ ഡി ബൈ ഡി ബി ഓർ എ സി ബൈ എ ബി. ഈ മൂന്ന് റേഷ്യോയും ഈ മൂന്ന് അംശബന്ധവും തുല്യമാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്കിനി ആവശ്യമുള്ളത്, നമുക്കറിയാവുന്ന വിലകൾ നമ്മളിവിടെ കൊടുക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് ത്രികോണത്തിൻ്റെ ഹൈറ്റ്, ഉയരം എച്ച് എന്നും ബി ഡി 2 സെൻറ്റിമീറ്റർ എന്നും ഡി സി 3 സെൻറ്റിമീറ്റർ എന്നും നമുക്കവിടെ വില ഇട്ട് കൊടുക്കാം. ബി ഡിക്ക് പകരം 2, ഡി സിക്ക് പകരം 3. അപ്പോൾ ബി ഡി ഡി സി ഇവയെല്ലാം വന്നിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ 2 എക്സ്പ്രഷനിലാണ്. ഡി ബി അഥവാ ബി ഡി ഉണ്ട്, ഡി സി ഉണ്ട്, എ ഡി എന്ന ഹൈറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആദ്യത്തെ ഈ ഒരു ഭാഗം മാത്രം നമ്മൾ പരിഗണിക്കുന്നു. ആ ഒരു ഭാഗത്തിൽ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. ഡി സി എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്നത് 3 ആണ്. 3 ബൈ എ ഡി, എ ഡി എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. വീണ്ടും എ ഡി എച്ച്, ഡി ബി എന്ന് പറഞ്ഞാൽ 2. അപ്പം നമുക്ക് തെളിയിക്കേണ്ട സെക്കൻഡ് പാർട്ടിൽ നമ്മൾ തെളിയിക്കേണ്ടത് h/2 ഈക്വൽ ടു 3/h എന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 3/h ഈക്വൽ ടു h/2. അഥവാ നമുക്കിതിനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് h/2 ഈക്വൽ ടു 3/h. നമുക്ക് സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസറായി. ഇനി നമുക്ക് തേർഡ് സെക്ഷൻ എന്താണെന്ന് നോക്കാം. തേർഡ് സെക്ഷനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ. അപ്പം ത്രികോണത്തിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ്. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ട്രയാങ്കിൾ എ ബി സിയുടെ പെർപെൻഡിക്കുലർ സൈഡ്സ്, ലംബവശങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എ ബിയും എ സിയുമാണ്. അപ്പോൾ നമുക്ക് എ ബി എ സി ഇവ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി എ ബി എ സി ഇവ കണ്ടെത്തുന്നതിന് മുമ്പായി നമുക്ക് ആദ്യം ഈ ത്രികോണത്തിൻ്റെ ഉയരം, ഇത് രണ്ടും മട്ടത്രികോണങ്ങൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് നമ്മുടെ എ ബിയും എ സിയും. അപ്പോൾ ഈ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്മുടെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഉപയോഗിക്കും. h/2 സമം 3/h എന്ന സെക്കൻഡ് പാർട്ട്. അതുപയോഗിച്ച് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, കോണോട് കോൺ ഗുണിച്ചാൽ നമുക്ക് ഉയരം കിട്ടും. ഉയരം കിട്ടിക്കഴിഞ്ഞാൽ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് 2 സൈഡ് കണ്ടെത്താം. അപ്പോഴതിനു വേണ്ടി നമുക്ക് എടുക്കുകയാണ് h/2 ഈക്വൽ ടു 3/h. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ നടത്തുക. h ഗുണം h സമം 2 ഗുണം 3. സോ ദാറ്റ് ഈസ് h² ഈസ് ഈക്വൽ ടു 6 ഓർ h ഈസ് ഈക്വൽ ടു √6 എന്ന് കിട്ടും.
അപ്പോൾ നമുക്ക് ഉയരമായി നമ്മൾ വീണ്ടും നമ്മുടെ മട്ടത്രികോണം എടുക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ നമുക്ക് എടുക്കേണ്ട മട്ടത്രികോണം ആദ്യം നമുക്ക് ത്രികോണം ABD എടുക്കാം. ത്രികോണം ABD, ട്രയാങ്കിൾ ABD, ഫസ്റ്റ് ട്രയാങ്കിൾ. അതിൻ്റെ സൈഡ്സ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് BD 2 സെൻറ്റിമീറ്റർ ആണ്. AD നമ്മളിപ്പോൾ കണ്ടെത്തി √6. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാം. BD 2 സെൻറ്റിമീറ്റർ, BD 2 സെൻറ്റിമീറ്റർ, AD ഈക്വൽ ടു H ആണ്, ദാറ്റ് ഈസ് √6. ഓക്കെ, സോ നമ്മുടെ റിസൾട്ട് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത് BD സ്ക്വയർ പ്ലസ് AD സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ. നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? പാദം സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ വിലയിട്ട് കൊടുക്കാം. 2 സ്ക്വയർ പ്ലസ് AD √6 ഹോൾ സ്ക്വയർ സമം AB സ്ക്വയർ. 2 സ്ക്വയർ 4 ആണ്. √6 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 6 തന്നെയാണ്. അപ്പോൾ റൂട്ടും 6ഉം ഒരുമിച്ച് രണ്ടും കൂടെ വന്നിരിക്കുന്നതെങ്കിൽ സ്ക്വയർ റൂട്ടും ഹോൾ സ്ക്വയർ ഒരുമിച്ച് വന്നാൽ അത് 6 തന്നെയാണ്, നമ്പർ തന്നെയാണ്. സോ AB സ്ക്വയർ. സോ AB സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടി 10. AB ഈക്വൽ ടു √10 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതേ രീതിയിൽ നമുക്ക് അടുത്ത വശവും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമുക്ക് അവിടെ വന്നിരിക്കുന്നത് ട്രയാങ്കിൾ ADC. ട്രയാങ്കിൾ ADCയിൽ DC 3 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ AD നമുക്ക് വന്നിരിക്കുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് വരുന്ന റിസൾട്ട് അവിടെയും മട്ടത്രികോണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് DC സ്ക്വയർ പ്ലസ് AD സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ. ആ ഒരു രീതിയിൽ നമ്മൾ എഴുതണം. DC സ്ക്വയർ പ്ലസ് AD സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ. DC 3 ആണ്. 3 സ്ക്വയർ പ്ലസ് AD √6 ഹോൾ സ്ക്വയർ സമം AC സ്ക്വയർ. ദാറ്റ് ഈസ് 3 സ്ക്വയർ 3ൻ്റെ വർഗ്ഗം 9 പ്ലസ് 6 സമം AC സ്ക്വയർ. അപ്പോൾ AC സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 + 6 9 6 15. അല്ലെങ്കിൽ നമുക്ക് AC ഈസ് ഈക്വൽ ടു √15 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ ആൻസേഴ്സ് നമുക്ക് കിട്ടി. AB ഈസ് ഈക്വൽ ടു √10 സെൻറ്റിമീറ്റർ ആൻഡ് AC ഈസ് ഈക്വൽ ടു √15 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ 4th സെക്ഷനിൽ നമുക്ക് കൂടുതൽ ആലോചിക്കാനില്ല. അവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് H ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ BD ഈക്വൽ ടു A എന്നും DC ഈക്വൽ ടു B എന്നും എടുത്താൽ ഈ ഒരു റിസൾട്ട് നമ്മൾ ആദ്യമേ ഉപയോഗിച്ച അതേ സെയിം റിസൾട്ട് ജനറലൈസേഷനാണ്. ആ ഒരു ജനറലൈസേഷൻ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 2 സെൻറ്റിമീറ്ററിൻ്റെ സ്ഥാനത്ത് A എന്നും 3 സെൻറ്റിമീറ്റർ സ്ഥാനത്ത് B എന്നും എടുത്താൽ നമുക്കറിയാം നമ്മുടെ റിസൾട്ട് H/2 ഈക്വൽ ടു 3/h. അവിടെ നമ്മൾ Aയും Bയും മാറ്റി കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3/h H/2 ഈക്വൽ ടു 3/hൽ മാറ്റി കൊടുക്കുക. നമുക്ക് ആ ഒരു റേഷ്യോ ഡയറക്റ്റ് എഴുതാം. നമ്മുടെ റേഷ്യോ വന്നിരിക്കുന്ന DC/AB സമം AD/DB. അങ്ങനെ തന്നെ കൊടുക്കാം. DC/AD ഈക്വൽ ടു AD/DB എന്നാണ് നമ്മൾ റിസൾട്ട് എഴുതിയിരുന്നത്. ഇവിടെ വില കൊടുത്തു കഴിഞ്ഞാൽ B/AD H ഈക്വൽ ടു H/A. ആ ഒരു രീതിയിൽ നമ്മുടെ ആൻസർ ആയി. ഇപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. B ഇൻറ്റു A ഈക്വൽ ടു H ഇൻറ്റു H. B ഇൻറ്റു A എന്ന് പറഞ്ഞാൽ BA എഴുതാം, അല്ലെങ്കിൽ AB ഈക്വൽ ടു H ഇൻറ്റു H, H സ്ക്വയർ. ഓർ H സ്ക്വയർ ഇസ് ഈക്വൽ ടു
AB എന്ന് നമുക്ക് ആൻസറായി. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി നോട്ട് എഴുതി എല്ലാവരും പഠിക്കുക. ഓക്കെ, താങ്ക് യു.